അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം കെ ഗെയിം ഓവർ എം സി. അപ്പം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി പറയാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വേസ്റ്റ് ഓൺ ഒരു സ്റ്റാക്ക് നമ്മൾ ഒപ്പിക്കാനായിരുന്നു കളിച്ചത്. അപ്പോൾ ഈ എപ്പിസോഡ് എന്ന് വെച്ചാൽ നമുക്കിനി ആകെ 56 ദിവസമാണ്. 56 ദിവസമായി ഇപ്പോൾ ഓൾറെഡി. ഇനി അത്ര ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ക്വിസ് ലൈന് കണ്ടിന്യൂസ് ചെയ്യണം. ഇനി അതാണ് നമ്മുടെ ഇത്. അപ്പം നമ്മുടെ അതവിടെ പോയി, എൻ്റെ ബുക്കവിടെ പോയി, ഓളവിടെ പോയി. എൻ്റെ ബാഗിലായിരിക്കും കൂടുതൽ അത് ഉണ്ടാവുക. ബാഗിൽ കിടക്കണം. ഇത് ഇതിൽ കൊണ്ടുപോയി വെക്കാം. ഇത് ഇവിടെ വേണം. അപ്പം നമ്മുടെ ക്വസ്റ്റ് ലൈൻ നോക്കാം നമുക്ക്. അതിൽ അഡ്വഞ്ചർ ടൈമിൽ ട്രേഡർ അൺലോക്ക്ഡ്. ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ അന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ ഇതിൻ്റെ പുറകിലൊരു വില്ലേജർ നമ്മൾ ഇതാക്കിയത്, ലൈബ്രറിനാക്കിയിട്ട് നമ്മൾ മേടിച്ച അതാണ് തന്നെ ഇത്. നമുക്ക് ഒപ്റ്റൈൻ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് അത് നമുക്ക് നോക്കിക്കളയാലോ. ഇതിൽ തന്നെ മെയിൻ പോവാം. വേസ്റ്റോ നമ്മുടെ കയ്യിൽ വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഇനി ബാക്കി വേറെ ഏതാ അടുത്ത ക്വസ്റ്റ് ഏതാ നോട്ടെ. അടുത്ത ക്വസ്റ്റ് ബൗണ്ടറി ടൈം. Get a bounty scroll from a trading outpost which can be found anywhere in the overworld. ഓക്കെ, ഇത് കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏതെങ്കിലും സ്ക്രീൻഷോട്ടിലുണ്ടാവും. ഞാൻ നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. -277 1525. അപ്പം നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1500 ബ്ലോക്കോളം ട്രാവൽ ചെയ്യണം. അത്രയും ദൂരമുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അത് തന്നെയാണ് ബെറ്റർ. അല്ലാണ്ട് ഇത് ട്രാവൽ ചെയ്ത് എത്തുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും. അപ്പം ട്രാവൽ ചെയ്ത് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ലൊക്കേഷനിലേക്ക് ഏകദേശം നമ്മൾ അടുത്തെത്തി. 25 നമുക്കവിടെ എത്തിയിട്ടൊന്ന് ഇതാക്കാം. ഇന്ന് എന്താന്ന് അറിഞ്ഞൂടെ, വല്ലാണ്ട് ലാഗ് അടിക്കുന്നുണ്ട്. FPS വളരെ ഡ്രോപ്പാകുമോ കിടന്നു. ഇത് കുറയുക. എന്നാൽ ഇപ്പം 2 പ്രാവശ്യം ബാക്ക് അടിച്ച് കയറി നോക്കി, എന്നിട്ടും ശരിയാവുന്നില്ല. അറിഞ്ഞൂടെ എന്താന്ന്. നമുക്ക് വാക്കൊക്കെ ചെയ്യാം. ഇതില് അതാ കിടക്കും. ഇതാണ് നമുക്ക് വേണ്ട സാധനം. നമുക്കത് ഈ ലൂട്ടിയ ഗോൾഡൻ ക്യാരറ്റ് കിട്ടി, ഗോൾഡൻ ആപ്പിള് മെൻഡിങ് ആവശ്യം. താൽക്കാലികമായി ആവശ്യമില്ല, അതതി കിടക്കട്ടെ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എക്യുപ്ഡായിട്ടുണ്ട്. നമ്മുടെ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് കളയത് ഓണല്ലേ അല്ലയോ ഒന്ന്. അഡ്വഞ്ചർ ടൈം, ബൗണ്ടറി ക്വസ്റ്റ് ടൈം കംപ്ലീറ്റ്. വിസാർഡ് ക്രാഫ്റ്റ്
ഫൈൻഡ് എ ഫ്ലെയിം റൂയിൻ. ഫൈൻഡ് ഒരു സെക്കൻഡ്. വിസാർഡ് ക്രാഫ്റ്റ്. ഫൈൻഡ് എ ഫ്ലെയിം റൂയിൻ. ഫ്ലെയിം റൂയിൻ അത് നെതറിലല്ലേ കിട്ടുക? നെതറിലൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നു ഫ്ലെയിം റൂയിൻ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഗൂഗിളിൽ അടിച്ച് നോട്ടെ ഫ്ലെയിം റൂയിന് എവിടെയാണ് കിട്ടുന്നതെന്ന്. എന്നിട്ട് ഇപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് ഇതെവിടെയാണ് ഓൺലൈൻ നോക്കിയിട്ട് നമുക്ക് കാണാം വീട്ടിൽ. അപ്പം ഹലോ ഗൈസ്, അത് സാധനം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് നെതർ ഫോർട്രസിലാണ് കിട്ടുക. നമുക്കിനി നെതർ ഫോർട്രസ് പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ അതിനൊരു വേസ്റ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അപ്പം ട്രേഡറിനും കുറച്ച് അടിച്ചിട്ട് ഗ്ലോബലി വേണ്ട, ആഡ് വേസ്റ്റ് സ്റ്റോൺ. ഇതിൽ നെതർ ഫോർട്രസ് teleport to the world. അല്ല പിന്നെ ഇവിടെ ഫുള്ളൊരു യുദ്ധക്കളം കഴിഞ്ഞതാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഇവിടെ എന്താ ഇത്രയും വലിയ യുദ്ധവും കാര്യങ്ങളും സംഭവിച്ചെന്ന്. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്നൊക്കെ പോയി നോക്കാം. ഇങ്ങോട്ടൊന്നും ഇല്ല, എൻഡിങ് ആണ്. ഇതാ മോനെ, നമുക്ക് ആ സാധനം തേടിയിട്ട് എങ്ങനെങ്കിലും കണ്ടം വഴി ഇവിടെ പോകണം. എൻ്റെ ആർമർ ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് ഭയങ്കര രക്ഷപ്പെട്ട് ജീവിക്കുന്നു. താഴെയും കൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പാക്ക് എടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്മുടെ എൻട്രപ്പല്ലൊന്ന് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. പിന്നെ ഈ എൻട്രപ്പല്ല് കാണുന്ന ഇങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊരു മോഡാണ്. ഇവ ഗൈസ്, നമുക്കിനി ഫ്ലെയിം റൂയിൽ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് കാണാം. അതുവരെ ഇവിടെ ഫുൾ ഫൈറ്റ് ചെയ്യട്ടെ. ഈ പൊരിഞ്ഞ ഹാങ്ങും ഇതാണ് ഫ്ലെയിം റൂയിൽ. നമ്മളങ്ങനെ ആ കോള് കംപ്ലീറ്റ് ആക്കി. അയ്യോ, ഡയമണ്ടും കിട്ടിയല്ലോ. അപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓ, അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇല്ല ഇല്ല ഇപ്പൊ കിട്ടൂല. ഇനി അപ്പം നമ്മുടെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇനി അപ്പം നമ്മുടെ അത് ആ ഒരു ഗസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ നോക്കാം. മെയിനിൽ പോവാം, അഡ്വഞ്ചർ ടൈമിൽ പോവാം, ട്രാവലർ 1 എൻഡർമാൻ ടിയർ.
നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇഷ്ടം മാതിരിയാണ്. അതും കഴിഞ്ഞു. അടുത്ത എന്തുവാ, സ്റ്റഫ് ആൻഡ് സ്റ്റോൺസ്. ഇത് കുറച്ച് പെടാപ്പാടുപ്പെടും വിസേർഡിൻ്റെ ഹോം കണ്ടുപിടിക്കാൻ. എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അവിടെ സ്റ്റോണും കാര്യമൊന്നും വെച്ചിട്ടില്ല ഞാൻ, കാരണം അത് വേറെ തന്നെ ഒരു വേൾഡ് ഉണ്ട്. ഞാനും എൻ്റെ അനിയനും സമയമുള്ള സമയത്ത് കളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഇതാവാം. ഞാനിത് കൂടുതലും TP അടിച്ചില്ല, കാരണം അത്രയും ദൂരമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത് TP അടിക്കുക, അല്ലാണ്ട് നടക്കൂല. /TP 995 3795. എന്താവും എന്തോ, ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ ഇതിനകത്തെന്താ ഉള്ള ബ്ലോക്ക് ഓഫ് കോല് എടുക്കാം. എനക്കെന്താ പ്രശ്നം? ഡെൻസിറ്റി ഇത് നമ്മൾ പാർക്കോറായിട്ട് കയറണം. ടിയർ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എത്തിയിട്ട് നമുക്കിതാക്കാം. ഇപ്പോൾ പോയതാ. ഇത് വെച്ചല്ലേ കയറാം. അങ്ങനെ നമ്മളെത്തി. ഈ വേസ്റ്റ് സ്റ്റോൺ കയ്യിലെടുക്കണോ അതോ ഇവിടെ തന്നെ വരണം? ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ വേസ്റ്റ് സ്റ്റോൺ അത്ര അത്യാവശ്യം ഒന്നല്ലല്ലോ, ഇഷ്ടമാതിരി കിടപ്പില്ല. സ്മൈറ്റ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, അത് ആവശ്യമില്ല. ഇതെല്ലാം ഇനി നമ്മുടെ ബാഗിൻ്റെ അകത്താക്കാം. ബ്ലോക്ക് ഓഫ് കോള് ഇവിടെ പോട്ടെ, ഇവിടെ പോട്ടെ, ആപ്പിള് എവിടെയെങ്കിലും പോട്ടെ, പിന്നെ ആവശ്യമില്ല. പല്ല് ഇവിടെ പോട്ടെ. ഇത് പിന്നെ നെതർന്ന് മറ്റേ ഇതൊന്നും എടുത്തതാണ്, തൽക്കാലം ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാം. നമുക്ക് അതെവിടെയായിരുന്നു അവൻ്റെ വീട്? ഈ ഭാഗത്ത് എവിടെയോ ആണ്, എൻ്റെ ഒരു ഓർമ്മയില്ല. ഒരു മലേൻ്റെ മുകളിലായിരുന്നു. അതാണോ? അല്ല, എൻ്റെ ഓർമ്മയിൽ ഇവിടെയാന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഒരു എൻട്രപ്പെല്ലാം കയറി നോക്കാം. ഇതാ കിടക്കുന്നു. നമ്മളങ്ങനെ എത്തി.
നമ്മളങ്ങനെ ലിസാർഡിൻ്റെ വീട്ടിൽ എത്തി. ഹലോ ലിസാർഡ്, എങ്ങനെയുണ്ട്? നമ്മൾ കണ്ടിട്ട് കുറേ കാലമായല്ലോ. ആദ്യം ഇവൻ്റെ പെട്ടി എന്നെല്ലാം ലൂട്ട് ചെയ്ത് അവസാനം ഇല്ലേ? ഉണ്ട്, ഞാൻ പെട്ടെന്ന് പേടിച്ച് അതില്ലേന്ന്. Wow, that's nice. ലണ്ടൻ ഇതിലും കിടപ്പുണ്ട്. ഇൻസ്റ്റന്റ് ഹെൽത്ത് അതിൻ്റെ അകത്തൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ മുകളിൽ പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടോ? നായാണ് സ്റ്റാർ ഡസ്റ്റ് ഇതാ കിടക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇഷ്ടംമാതിരി കണ്ടുണ്ട്, ഇതിനൊക്കെ പ്രശ്നമല്ല. അങ്ങനെ ഇതും തീർന്നു. അങ്ങനെ നമ്മൾ ഇതും കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. അപ്പം ഇനി നമ്മൾ ഇത് പറഞ്ഞാൽ അതിൻ്റെ കഴിവ് കാണിച്ചിട്ടില്ലല്ലോ. അല്ല, അവന് വേറെന്താ വയ്ക്കുന്നത്? അതിന് ഇത് വേണം, ഐസ്കാണ് താൽക്കാലിക നമ്മുടെ അടുത്തില്ല. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ ഈ സാധനം മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഇതാക്കാൻ പാടില്ല. എന്താക്കാനേ, ഞാനെന്തോ പറയുമല്ലോ, ഞാൻ വിട്ടോ അതിന് പറയുന്നത്. ഇത് ഒരുമിച്ച് വെക്കരുത്. ഇത് ഒരുമിച്ച് വെച്ച പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു എബിലിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേത് പെട്ടെന്ന് ഇതായിപ്പോൾ ലീക്കായി തീർന്നു പോകല്ല, രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോവും. അപ്പം അത് പണി കിട്ടും. ഏതെങ്കിലും ഒരു മോബിനെ കണ്ടിട്ട് ഞാൻ കാണിച്ചു എന്താ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കണ്ടോക്കെ എന്തായിരുന്നു. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ 2 ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ബാക്കി നമ്മൾ പിന്നെ ഇതാക്കാം. ഇവിടെ ഒരു മോബം കാണുന്നില്ല, ഞാൻ ഔട്ട് പോസ്റ്റിൽ പോകണം. ഞാനവിടെ വേസ്റ്റ് ഓൺ വെച്ചിട്ടില്ലല്ലോ വിസാർഡിൻ്റെ വീട്ടിൽ. അവിടെ വേസ്റ്റ് ഓൺ വെക്കണമല്ലോ. Hold the button to use crouch and click for the other. ഇതിപ്പോൾ കണ്ടോണേ. എന്താ ഇതിനിങ്ങനെ പറത്തി കൊണ്ടുപോവുക. ഇനി അത് പ്രസന്റ് ഹോൾഡ് മാറ്റി വേറെ ആക്കാം. മറ്റു ഷെൽക്കറിൻ്റെ ഇതാവും. വാ 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 ഇതെങ്കിലുണ്ടാ. ദാ പറക്കുന്ന കിടന്നു. ഒക്കെന്ന മണിക്ക് പോണേ. ലൈന്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ.